ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു കുഞ്ഞീസ് ക്ലാസ്. നമ്മൾ 7th സ്റ്റാൻഡേർഡ് ഹിസ്റ്ററിയുടെ 7th ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതൊക്കെ എല്ലാവരും നോക്കിയോ? എല്ലാവർക്കും നന്നായിട്ട് ക്ലാസ്സൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക, നോട്ടിഫിക്കേഷൻസൊക്കെ ഓൺ ചെയ്യുക. എന്നാലല്ലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. ഓക്കെ, അപ്പം എക്സസൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സിനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സിനും എല്ലാവരും എക്സാം ടോപ്പേഴ്സ് കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ കാണുക. സോഷ്യൽ സയൻസിൻ്റെയും മാത്സിൻ്റെയും ഒക്കെ വീഡിയോസ് ഉണ്ട് അവിടെ, വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള വീഡിയോസാണ്. അപ്പോൾ അതാരും മിസ് ചെയ്യരുത്, ആ വീഡിയോസ് കൂടി കാണുക. നമ്മൾ ഗോൺസിനെ കുറിച്ച് നോക്കിയല്ലേ, ഇനി നമുക്ക് അഹോംസിനെ കുറിച്ച് നോക്കാം. ദി Ahoms migrated to the Brahmaputra Valley from present-day Myanmar in the 13th century. 13th centuryയിൽ ഇപ്പം മ്യാൻമർ എന്നറിയപ്പെടുന്ന ആ ഒരു പ്രദേശത്ത് നിന്ന് ബ്രഹ്മപുത്ര വാലിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത ഒരു ഗ്രൂപ്പാണ് ഈ അഹോംസ് എന്ന് പറയുന്നത്. They created a new state by suppressing the older political system of the Buyans. During the 16th century, they annexed the kingdoms of the Chutias and of Kochhajo and subjugated many other tribes. അപ്പോൾ ഇവർ ഒരു സ്റ്റേറ്റ് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തു. നേരത്തെ അവിടെ ഉണ്ടായിരുന്ന ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം, ബുയൻസ് എന്ന് പറയുന്ന ആ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെ സപ്രസ് ചെയ്തുകൊണ്ട്, അതിനെ അടിച്ചമർത്തിക്കൊണ്ടാണ് ഇവർ ഇങ്ങനെ ഒരു പുതിയ സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്തത്. അതുപോലെ തന്നെ 16th സെഞ്ച്വറി ആയപ്പോഴത്തേക്കിന് അവർ ചുട്ടിയാസ് അല്ലെങ്കിൽ കൊച്ച് ഹജോ എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ മറ്റ് ചില ട്രൈബ്സിനെയൊക്കെ കീഴടക്കിക്കൊണ്ട് ഇവർ ഈ കിങ്ഡംസൊക്കെ കീഴടക്കി. 16th സെഞ്ച്വറി ആയപ്പോഴത്തേക്കിന് ഇവർ ഈ കിങ്ഡംസൊക്കെ കീഴടക്കി. The Ahoms built a large state, and for this they used firearms as early as the 1530s. By the 1660s, they could even make high quality gunpowder and cannons. അപ്പം ഈ അഹോംസ് വലിയൊരു സ്റ്റേറ്റ് തന്നെയാണ് നിർമ്മിച്ചത്. അതിനു വേണ്ടിയിട്ട് അവർ 1530s പോലും അവർ ഫയർ ആംസ് ഒക്കെ യൂസ് ചെയ്തിരുന്നു. 1660s ഒക്കെ ആയപ്പോഴത്തേക്കിനും ഇവരിത് കൂടുതൽ വിപുലീകരിച്ച് ഹൈ ക്വാളിറ്റിയുള്ള ഗൺ പൗഡറും കനോൺസും ഒക്കെ ഇവർ നിർമ്മിച്ചു. However, the Ahoms faced many invasions from the southwest. In 1662, the Mughals under Mir Jumla attacked the Ahom kingdom. ഇവർക്ക് ഒരുപാട് യുദ്ധങ്ങളൊക്കെ പല സ്ഥലങ്ങളിൽ നിന്ന് നേരിടേണ്ടതായിട്ട് വന്നു. അതിൽ മെയിനായിട്ട് പറയുന്ന സൗത്ത് വെസ്റ്റ് ആ ഒരു ഡിറക്ഷനിൽ നിന്നായിരുന്നു കൂടുതലായിട്ട് ഇവർ ഫേസ് ചെയ്തത്. 1662 ഈ മിർ ജുംല എന്ന് പറയുന്ന ഒരു മുഗൾ രാജാവാണെങ്കിൽ പോലും ഈ അഹോം കിങ്ഡത്തിനെ അറ്റാക്ക് ചെയ്തിരുന്നു. Despite their brave defense, the Ahoms were defeated, but direct Mughal control over the region could not last long. അവർക്ക് ഇത്രയധികം ധൈര്യവും ഒരുപാട് സാധനങ്ങളൊക്കെ ഇവരുടെ കയ്യിലുണ്ടായിട്ട് പോലും ഈ അഹോംസിനെ മുഗൾ രാജാവായിരുന്ന മിർ ജുംല അറ്റാക്ക് ചെയ്ത് തോൽപ്പിച്ചു. പക്ഷേ എങ്കിൽ പോലും ഈ മുഗൾസിന് ഒരുപാട് നാൾ ഈ പ്രദേശത്തൊരു കൺട്രോൾ കൊണ്ടുവരാനായിട്ട് സാധിച്ചില്ല. The Ahom state depended upon forced labor. Those forced to work for the state were called Paiks. അപ്പോൾ ഇവർ കൂടുതലായിട്ടും ഈ ഫോഴ്സ്ഡ് ലേബറിലായിരുന്നു ഡിപ്പെൻഡ് ചെയ്തിരുന്നത്. ഈ ഫോഴ്സ് ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കുക ഈ സ്റ്റേറ്റിൽ, അങ്ങനെയുള്ള ആൾക്കാരെയാണ് പായ്ക്സ് എന്ന് പറയുന്നത്. എ സെൻസസ് ഓഫ് ദി പോപ്പുലേഷൻ വാസ് ടേക്കൺ. ഈച്ച് വില്ലേജ് ഹാഡ് ടു സെൻഡ് എ നമ്പർ ഓഫ് പായ്ക്സ് ബൈ റൊട്ടേഷൻ. ഈ നാട്ടിൽ, അതായത് ഈ കിങ്ഡത്തിൽ താമസിച്ചിരുന്ന എല്ലാ ആൾക്കാരുടെയും കണക്ക്, പോപ്പുലേഷൻ്റെ കണക്കൊക്കെ ഇവരെടുക്കും. അപ്പോൾ ഓരോ വില്ലേജിൽ നിന്നും ഇത്ര എണ്ണം ആൾക്കാരെ പറഞ്ഞയക്കണം. ഈ ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് ജോലി ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഇത്ര ആൾക്കാരെ പറഞ്ഞയക്കണം. എത്ര നമ്പറാണെന്ന് വെച്ചാൽ അത് കൊടുക്കും. ആ അത്രയും നമ്പറിലുള്ള ആൾക്കാരെ പറഞ്ഞയക്കണം. അവരെയാണ് പായ്ക്സ് എന്ന് പറയുന്നത്. പിന്നീട് ഇത് റൊട്ടേറ്റ് ചെയ്യും. പിന്നീട് അവരെ പറഞ്ഞയച്ചിട്ട് അടുത്തൊരു ഗ്രൂപ്പ് ആൾക്കാരെ ഇങ്ങനെ പണി ചെയ്യിക്കാനായിട്ട് കൊണ്ടുവരുമായിരുന്നു. അപ്പം ഇവർ സെൻസസ് എടുത്തിട്ട് ഓരോ വില്ലേജിൽ നിന്നും ഇത്ര ആൾക്കാരെ അയക്കണമെന്ന് പറയും. അത് പിന്നെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, പീപ്പിൾ ഫ്രം ഹെവിലി പോപ്പുലേറ്റഡ് ഏരിയാസ് were shifted to less populated places. Ahom clans were thus broken up. By the first half of the 17th century, the administration became quite centralized. അപ്പോൾ ഇങ്ങനെ ലാർജ് പോപ്പുലേഷനുള്ള ഏരിയയിൽ നിന്ന് ലോ പോപ്പുലേഷനിലുള്ള ഏരിയയിലേക്ക് ആൾക്കാരിങ്ങനെ ഷിഫ്റ്റ് ചെയ്യാനൊക്കെ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഈ അഹോം എന്ന് പറയുന്ന ഈ ഒരു ഗോത്രം ബ്രേക്കായി. പിന്നീട് ഒരു 17th സെഞ്ച്വറിയുടെ ഫസ്റ്റ് ഹാഫ് ഒക്കെ ആയപ്പോഴത്തേക്കിനും അഡ്മിനിസ്ട്രേഷൻ വീണ്ടും സെൻട്രലൈസ് ചെയ്യാനായിട്ട് സാധിച്ചു. ഓൾമോസ്റ്റ് ഓൾ അഡൽട്ട് മെയിൽ സെർവ്ഡ് ഇൻ ദി ആർമി ഡ്യൂറിങ് വാർ. അറ്റ് അതർ ടൈംസ് ദേ were engaged in building dams, irrigation systems and other public works. The Ahoms also introduced new methods of rice cultivation.
അപ്പം മിക്ക അഡൽട്ട് മെയിൽസും ആർമിയിൽ സേവ് ചെയ്യും. ഈ വാറിൻ്റെ ഒരു ടൈമൊക്കെ ആകുമ്പോൾ അവർ ആർമിയിൽ പങ്കെടുക്കും. പിന്നീട് ഈ വാറൊന്നും ഇല്ലാത്ത സമയത്താണെങ്കിൽ ഇവർ ഡാംസ് ബിൽഡ് ചെയ്യാനും ഇറിഗേഷൻ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ മറ്റ് പബ്ലിക് വർക്ക്സിലൊക്കെ ഇവർ എൻഗേജ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ അഹോംസ് റൈസ് കൾട്ടിവേഷൻ്റെ പുതിയ പുതിയ മെത്തേഡ്സൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അഹോം സൊസൈറ്റി വാസ് ഡിവൈഡഡ് ഇൻ ടു ക്ലാൻസ് ഓർ ഖേൽസ്. ഈ അഹോം സൊസൈറ്റീനെ ക്ലാൻസ് അല്ലെങ്കിൽ ഖേൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദർ വെർ വെരി few caste of artisans. So artisans in the Ahom areas came from the adjoining kingdoms. ഇവിടെ ആർട്ടിസൻസിൻ്റെ അല്ലെങ്കിൽ അങ്ങനത്തെ കാസ്റ്റൊക്കെ വളരെ കുറവായതുകൊണ്ട് തന്നെ അടുത്ത രാജ്യത്തിൽ നിന്നൊക്കെയുള്ള ആൾക്കാർ ഈ അഹോം ഏരിയയിലേക്ക് വന്നു തുടങ്ങി. എ ഖേൽ ഓഫൺ കൺട്രോൾഡ് സെവറൽ വില്ലേജസ്. ദ പെസൻറ്റ് വാസ് ഗിവൺ ലാൻഡ് ബൈ ഹിസ് വില്ലേജ് കമ്മ്യൂണിറ്റി. ഈവൻ ദ കിങ് കുഡ് നോട്ട് ടേക്ക് ഇറ്റ് എവേ വിത്തൗട്ട് ദി കമ്മ്യൂണിറ്റീസ് കൺസെൻറ്റ്. അപ്പം ഖേലിൻ്റെ കൺട്രോളിൽ ഒരുപാട് വില്ലേജസ് ഒക്കെ കാണും. ഈ പെസൻസിനൊക്കെ ഒരു ലാൻഡ് വില്ലേജ് കമ്മ്യൂണിറ്റി തന്നെയായിരിക്കും കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ കമ്മ്യൂണിറ്റിയുടെ ആ ഒരു അനുവാദമില്ലാണ്ട് രാജാവിന് പോലും ഇവിടെ നിന്നൊന്നും എടുക്കാൻ സാധിച്ചിരുന്നില്ല. Originally, the Ahoms worshipped their own tribal gods during the first half of the 17th century. However, the influence of Brahmanas increased. അതുപോലെ തന്നെ ഈ അഹോംസ് അവരുടേതായിട്ടുള്ള ട്രൈബൽ ഗോഡ്സ് ഉണ്ട്, അവരെയായിരുന്നു അവർ വർഷിപ്പ് ചെയ്തിരുന്നത്. 17th സെഞ്ച്വറിയുടെ തുടക്ക കാലഘട്ടത്തിൽ തന്നെ ഈ ബ്രാഹ്മണാസിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കൂടി വന്നു. ടെമ്പിൾസ് ആൻഡ് ബ്രാഹ്മണാസ് വെർ ഗ്രാൻഡഡ് ലാൻഡ് ബൈ ദി കിങ്. ക്ഷേത്രങ്ങളും ബ്രാഹ്മണാസും അവർക്ക് ലാൻഡൊക്കെ ഈ രാജാക്കന്മാർ തന്നെയായിട്ട് കൊടുക്കാനായിട്ട് തുടങ്ങി. ഇൻ ദ റെയിൻ ഓഫ് സിപ്സിൻ ഹിന്ദുയിസം ബിക്കം ദ പ്രിഡോമിനൻറ്റ് റിലീജിയൻ. ബട്ട് ദി അഹോം കിങ്സ് ഡിഡ് നോട്ട് കംപ്ലീറ്റ്ലി ഗീവ് അപ്പ് ദെയർ ട്രഡീഷണൽ ബിലീഫ്സ് ആഫ്റ്റർ അഡോപ്റ്റിംഗ് ഹിന്ദുയിസം. അപ്പം ഈ സിപ്സിങ്ങിൻ്റെ ഈ ഒരു ഭരണകാലഘട്ടത്തിൽ ഹിന്ദുയിസം ആയിരുന്നു വളരെ ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു റിലീജിയൻ ആ ഒരു സ്ഥലത്ത്. പക്ഷേ അഹോം രാജാക്കന്മാർ കംപ്ലീറ്റ് ആയിട്ട് അവരുടെ ട്രഡീഷൻ വിട്ട് ഹിന്ദുയിസം അഡോപ്റ്റ് ചെയ്യാനായിട്ട് അവർ തയ്യാറായിരുന്നില്ല. അവരുടേതായിട്ടുള്ള ട്രഡീഷണൽ ബിലീഫ്സിലായിരുന്നു അവർക്ക് കൂടുതലായിട്ടും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഹിന്ദുയിസം അഡോപ്റ്റ് ചെയ്തു എങ്കിൽ പോലും അവരുടെ ഈ ട്രഡീഷണൽ ബിലീഫ്സ് കംപ്ലീറ്റ് ആയിട്ട് ഉപേക്ഷിക്കാണ്ട് അല്ലെങ്കിൽ അതിലും അവർ കുറച്ച് ബിലീഫൊക്കെ ആ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യത്തിൽ അവർ കൊടുത്തു. അഹോം സൊസൈറ്റി വാസ് വെരി സോഫിസ്റ്റിക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ, വളരെ സങ്കീർണമായിട്ടുള്ള ഒരു സൊസൈറ്റി ആയിരുന്നു എന്ന്. ഓക്കെ, ഈ അഹോം സൊസൈറ്റി വളരെ സങ്കീർണമായൊരു സൊസൈറ്റി ആയിരുന്നു. പോയറ്റ്സ് ആൻഡ് സ്കോളേഴ്സ് വെയർ ഗിവൺ ലാൻഡ് ഗ്രാൻസ്. ഈ പോയറ്റ്സിനും സ്കോളേഴ്സിനും ലാൻഡ് ഗ്രാൻസ് കൊടുത്തിരുന്നു. ലാൻഡ് ഗ്രാൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ ലാൻഡ് ഇങ്ങനെ സമ്മാനമായിട്ട് കൊടുക്കത്തില്ലേ, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ പഠിച്ചതാണോ. ഓക്കെ, അപ്പം പോയറ്റ്സിനും സ്കോളേഴ്സിനും ലാൻഡ് ഗ്രാൻസ് കൊടുത്തിരുന്നു. തിയേറ്റർ വാസ് എൻകറേജ്ഡ്. ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ഓഫ് സംസ്കൃതി വെയർ ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ദി ലോക്കൽ ലാംഗ്വേജ്. ഹിസ്റ്റോറിക്കൽ വർക്ക്സ് നോൺ ആസ് Buranchis were also written first in the Ahom language and then in Assamese. അപ്പം തിയേറ്ററിൽ നടക്കേണ്ട കാര്യങ്ങളൊക്കെ വളരെയധികം എൻകറേജ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ സംസ്കൃതി പോലെയുള്ള വർക്ക്സൊക്കെ അവരുടേതായിട്ടുള്ള ലോക്കൽ ലാംഗ്വേജസിലേക്ക് അവർ ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നു. പിന്നെ ഒരുപാട് ഹിസ്റ്റോറിക്കൽ വർക്ക്സ്, അതായത് ബുറഞ്ചീസൊക്കെ പോലത്തെ ഹിസ്റ്റോറിക്കൽ വർക്ക്സൊക്കെ ആദ്യം അഹോം ലാംഗ്വേജിലേക്കും പിന്നെ ആസാമീസ് എന്ന് പറയുന്ന ലാംഗ്വേജിലേക്കും ഒക്കെ ഇവർ ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നു. Conclusion. Considerable social change took place in the subcontinent during the period we have been examining. ഒരുപാട് സോഷ്യൽ ചേഞ്ചസ് ഒക്കെ ഈ ഒരു കാലഘട്ടത്തിൽ ഈ സബ് കോണ്ടിനെൻറ്റിൽ വന്നിട്ടുണ്ട്. വർണ്ണ ബേസ്ഡ് സൊസൈറ്റി ആൻഡ് ദ ട്രൈബൽ പീപ്പിൾ കോൺസ്റ്റൻ്റ്ലി ഇൻട്രാക്റ്റഡ് വിത്ത് ഈച്ച് അതർ. ദിസ് ഇൻട്രാക്ഷൻ കോസ്ഡ് ബോത്ത് കൈൻഡ്സ് ഓഫ് സൊസൈറ്റീസ് ടു അഡാപ്റ്റ് ആൻഡ് ചേഞ്ച്. നമ്മൾ ചാപ്റ്ററിൻ്റെ തുടക്കം കണ്ടത് തന്നെയാണ്. വർണ്ണ ബേസ്ഡ് സൊസൈറ്റിയും മറ്റ് ട്രൈബൽ പീപ്പിൾസിൻ്റെ ഈ രണ്ട് സൊസൈറ്റിയും കൂടെ പരസ്പരം ഇൻട്രാക്റ്റ് ചെയ്ത് ഒരുപാട് ചേഞ്ചസൊക്കെ അഡാപ്റ്റ് ചെയ്യുകയും ചേഞ്ചസൊക്കെ വരുത്തുകയും ചെയ്തു. There were many different types and they took up diverse livelihoods. Over a period of time, many of them merged with the caste-based society. ധാരാളം ട്രൈബൽ ഗ്രൂപ്പ്സൊക്കെ ഉണ്ടായിരുന്നു. അവർ പല ജീവിതങ്ങൾ നയിച്ചിരുന്ന, ചിലപ്പോൾ അവർ നാടോടികളായിരുന്നായിരിക്കാം, ചിലപ്പോൾ അവർ കന്നുകാലികളെ മേയിച്ചിരുന്നവരായിരിക്കും. അങ്ങനെ പല ജീവിതങ്ങൾ നയിച്ചിരുന്ന ഈ ട്രൈബൽ സൊസൈറ്റീസൊക്കെ ഉണ്ടായിരുന്നു. ഇവരൊക്കെ പിന്നീട് ഈ കാസ്റ്റ് ബേസ്ഡ് സൊസൈറ്റിയിലേക്ക് മേർജ് ചെയ്യുകയായിരുന്നു. Others, however, rejected both the caste system and orthodox Hinduism.
കുറച്ച് ആൾക്കാർ ഈ കാസ്റ്റ് സിസ്റ്റം അതുപോലെ തന്നെ ഈ ഹിന്ദുയിസം ഒക്കെ റിജക്റ്റ് ചെയ്തിരുന്നു. സം ട്രൈബ്സ് എസ്റ്റാബ്ലിഷ്ഡ് എക്സ്റ്റെൻസീവ് സ്റ്റേറ്റ്സ് വിത്ത് വെൽ ഓർഗനൈസ്ഡ് സിസ്റ്റംസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ചില ട്രൈബ്സ് ആണെങ്കിൽ നല്ല സ്റ്റേറ്റൊക്കെ ഓർഗനൈസ് ചെയ്ത് അതിൽ നല്ല അഡ്മിനിസ്ട്രേറ്റീവ് ഫീച്ചേഴ്സൊക്കെ കൊണ്ടുവന്നു. ദേ ദസ് ബിക്കം പൊളിറ്റിക്കലി പവർഫുൾ. അങ്ങനെ അവർ പൊളിറ്റിക്കലി പവർഫുള്ളായി മാറി. This brought them into conflict with larger and more complex kingdoms and empires. ഇത് കാരണം അവർക്ക് വലിയ വലിയ കിങ്ഡംസ് അല്ലെ എംപയേഴ്സ് ഒക്കെ ആയിട്ട് കോൺഫ്ലിക്റ്റ് ചെയ്യാനായിട്ടുള്ള ആ ഒരു ധൈര്യം കിട്ടിയത്. The Mongols. Find Mongolia in your atlas. The best known pastoral and hunter-gatherer tribe in history were the Mongols. വളരെ ഇമ്പോർട്ടൻസ് ഉള്ള അല്ലെങ്കിൽ വളരെയധികം അറിയപ്പെട്ടിരുന്ന ഒരു പാസ്റ്ററലും ഹണ്ടർ ഗ്യാദർ ട്രൈബ് എന്ന് പറയുന്നത് ഈ മംഗോൾസ് ആണ്. ദേ ഇൻഹാബിറ്റഡ് ദി ഗ്രാസ് ലാൻഡ്സ് ഓഫ് സെൻട്രൽ ഏഷ്യ ആൻഡ് ദി ഫോറസ്റ്റഡ് ഏരിയാസ് ഫർദർ നോർത്ത്. അപ്പോൾ അവർ ഈ സെൻട്രൽ ഏഷ്യയിലെ ഗ്രാസ് ലാൻഡ്സിൽ അതുപോലെ തന്നെ നോർത്തിലുള്ള ഫോറസ്റ്റഡ് ഏരിയാസിലൊക്കെ ആയിരുന്നു അവർ താമസിച്ചിരുന്നത്. ബൈ 1206, Genghis Khan had united the Mongol and Turkish tribes into a powerful military force. ഈ ഒരു കാലഘട്ടത്തിൽ ജംഗിസ് ഖാന് ഈ മംഗോൾസിനെയും ടർക്കിഷ് ട്രൈബ്സിനെയും യോജിപ്പിച്ചുകൊണ്ടൊരു മിലിറ്ററി ഫോഴ്സ് തന്നെ നിർമ്മിച്ചു. At the time of his death, he was the ruler of extensive territories. His successors created a vast empire. At different points of time, it included parts of Russia, Eastern Europe and also China and much of വെസ്റ്റ് ഏഷ്യ. അപ്പോൾ അദ്ദേഹം 1227 ഒക്കെ ആയപ്പോഴത്തേക്കിന് അദ്ദേഹം മരിച്ചു. ആ സമയത്ത് പോലും അദ്ദേഹം മരണമടയുന്ന ആ ഒരു ടൈമിൽ പോലും അദ്ദേഹം വലിയൊരു ടെറിട്ടറിയുടെ റൂളറായിരുന്നു. പിന്നീട് വന്നിട്ടുള്ള രാജാക്കന്മാരൊക്കെ ഇതിലേക്കാൾ വലിയ എംപയറൊക്കെ സൃഷ്ടിച്ചു. റഷ്യയും ഈസ്റ്റേൺ യൂറോപ്പും ചൈനയും വെസ്റ്റ് ഏഷ്യയും ഒക്കെ അവരുടെ ആ ഒരു എംപയറിലേക്ക് കൊണ്ടുവന്നു. The Mongols had well-organized military and administrative systems. These were based on the support of different ethnic and religious groups. ഈ മംഗോൾസിന് വളരെയധികം ഓർഗനൈസ്ഡ് ആയിട്ടുള്ള മിലിറ്ററി ഉണ്ട്, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഫീച്ചേഴ്സും സിസ്റ്റംസും ഒക്കെ ഉണ്ട്. ഇത് കാരണം ഒരുപാട് എത്നിക് അല്ലെ റിലീജിയസ് ഗ്രൂപ്പ്സിനെയൊക്കെ സപ്പോർട്ടോടു കൂടിയാണ് ഇവർ നിലനിന്നിരുന്നത്. അതായത് ഒരുപാട് എത്നിക് അല്ലെ റിലീജിയസ് ഗ്രൂപ്പ്സ് ഒക്കെ ഇവരെ സപ്പോർട്ട് ചെയ്തിരുന്നു. നമ്മുടെ ചാപ്റ്റർ ഇവിടെ തീരുകയാണ്. എല്ലാവർക്കും ചാപ്റ്റർ നന്നായി മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക. പിന്നെ എക്സസൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സിനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സിനും എക്സാം ടോപ്പേഴ്സ് എന്ന് പറയുന്ന ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒക്കെ കാണുക. അവിടെ നിങ്ങൾക്ക് ഹിസ്റ്ററിയുടെയും പൊളിറ്റിക്സിൻ്റെയും ജിയോഗ്രഫിയുടെയും സയൻസിൻ്റെയും മാത്സിൻ്റെയും ഒക്കെ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കും. വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള വീഡിയോസാണ്. 10-15 മിനിറ്റോ ഒക്കെ ഉള്ളൂ ഈ വീഡിയോസ്. പക്ഷേ ആ വീഡിയോ കണ്ടാൽ മാത്രം മതി നിങ്ങൾക്ക് എക്സാമിന് നല്ല മാർക്ക് മേടിക്കാനായിട്ട്. അപ്പോൾ ആ വീഡിയോ ഒക്കെ നന്നായിട്ട് കാണുക, ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ എഴുതിയെടുത്ത് പഠിക്കുക.